അവിശ്വാസ നോട്ടീസിന്റെ പശ്ചാത്തലത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് സഭയിൽ നിന്ന് വിട്ടുനിൽക്കും. പ്രമേയത്തിന്മേലുള്ള തീരുമാനം വരുന്നതുവരെ സ്പീക്കർ സഭയിലെത്തില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ചയാണ് അവസാനിക്കുന്നത്. ബജറ്റ് ചർച്ച ഇന്നും ലോക്സഭയിൽ തുടരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കും. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. പാർവതി, ഇതിപ്പോൾ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാടകീയമായ നിരവധി സംഭവവികാസങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ എന്താണ് ഇന്നത്തെ സാഹചര്യം? സ്പീക്കർ ലോക്സഭയിലേക്ക് എത്തില്ല, പക്ഷേ രാഹുൽ ഗാന്ധി സംസാരിക്കും എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു. രഞ്ജിത്ത്, സ്പീക്കർക്കെതിരെ അസാധാരണ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉണ്ടായത്. അവിശ്വാസ നോട്ടീസിലൂടെ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ പോരും രൂക്ഷമാണ്. സ്പീക്കർ ഓം ബിർള ഇന്ന് ലോക്സഭയിൽ എത്തില്ല, ധാർമ്മികമായി മാറി നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം പാർലമെന്റിൽ എത്തുന്നുണ്ടെങ്കിലും സഭാ നടപടികളിൽ പങ്കെടുക്കില്ല. ഒപ്പം തനിക്കെതിരായ അവിശ്വാസ നോട്ടീസിന്റെ പശ്ചാത്തലത്തിൽ ഇത് സ്പീക്കർ വരുന്ന മാർച്ച് 9 ഈ നോട്ടീസ് പരിഗണിക്കുക. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് മാർച്ച് 9 അന്നാകും അവിശ്വാസ പ്രമേയ നോട്ടീസ് പരിഗണിക്കുക. 118 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസാണ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് കൈമാറിയത്. ഇതിൽ തൃണമൂൽ എംപിമാരില്ല. പ്രമേയത്തിൽ തീരുമാനമാകും വരെ സഭാ നടപടികളിൽ പങ്കെടുക്കില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. നോട്ടീസ് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാനും സ്പീക്കർ സെക്രട്ടറി ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ പല അവസരങ്ങളിലും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്ന് കാട്ടിയാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത്. ഒപ്പം തന്നെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ സ്പീക്കർ അവസരം നൽകിയില്ലെന്നതാണ് ഒരു ആരോപണം. പ്രധാനമന്ത്രിയെ വനിതാ എംപിമാർ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിലും വിശദീകരണം നൽകാൻ അവസരം നിഷേധിച്ചു. ഒപ്പം തന്നെ സഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാരെ 8 പേരെ ഏപ്രിൽ 13 വരെ സഭാ കാലയളവ് തീരുന്നതുവരെ സസ്പെൻഡ് ചെയ്ത നടപടിയിലും പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നുണ്ട്. സ്പീക്കറുടെ വസതിക്ക് മുന്നിൽ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധം കണക്കിലെടുത്താണ് നടപടി. ഏതായാലും ഇന്നും ഓം ബിർള ലോക്സഭയിലെത്തില്ല. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. പാർവതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.